ഹലോ, ഇന്ന് ഞാൻ ഒരു നെല്ലിക്ക രസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അത് നെല്ലിക്ക ഉള്ളപ്പോൾ ചെയ്യുന്നതാണല്ലോ നല്ലത്. അല്ല, ഇപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാവിടെയും നെല്ലിക്ക ഏത് സമയത്തും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നല്ലൊരു നെല്ലിക്ക വെച്ചിട്ട് ഒരു രസം എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. അതിനുവേണ്ടി ഇങ്ങനെ 2 നെല്ലിക്കയാണ് കേട്ടോ. 2 നെല്ലിക്ക എടുത്തിട്ട് അതിനിങ്ങനെ ഞാനിങ്ങനെ ഓരോ അതിൻ്റെ കുരു കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ ഈ നെല്ലിക്ക ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കൂടിയിട്ട് 1 സ്പൂൺ ഉഴുന്ന്, ഇതൊക്കെ വറുക്കാനാണ്. 1 ടീസ്പൂൺ പരിപ്പ്, 1 ടീസ്പൂൺ മല്ലി, മുഴുമല്ലി, പിന്നെ വേണ്ടത് കുരുമുളക് കേട്ടോ. കുരുമുളക് അവരവരെ എരിവിനനുസരിച്ച് ചേർക്കുക കുറച്ച്. പിന്നെ ജീരകം കേട്ടോ. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് അരക്കണം. 2 കറിവേപ്പില, 1 പച്ചമുളക്, ചുവന്ന മുളകല്ല കേട്ടോ ഉപയോഗിക്കണം, പച്ചമുളക്. ഇതെല്ലാം കൂടി ഒന്ന് വെറുതെ ഒന്ന് ചീനച്ചട്ടിയിൽ ചൂടാക്കും. നെല്ലിക്ക ചൂടാക്കില്ല കേട്ടോ, ബാക്കി എല്ലാം ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് വരാം. ഇപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ എല്ലാം കൂടി ഇടുകയാണ് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കും. ചെറിയ കഷ്ണം കായം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ പാനിലൊന്ന് ചൂടാക്കും. ഒരുപാട് നേരം വേണ്ട. എന്താ വെച്ചാൽ ഇനി ഇതിലൊരു സ്പൂൺ തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇതിനെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരും കേട്ടോ. ഇത് നല്ല മണം വരുന്നുണ്ട് എല്ലാറ്റിൻ്റെയും കൂടിയിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരയ്ക്കുക. ഇപ്പം ഞാൻ ഈ നെല്ലിക്ക എല്ലാം മുറിച്ചത് 2 നെല്ലിക്ക അതിലിട്ടു. 1 ടീസ്പൂൺ തേങ്ങ, ഒരൊറ്റ ടീസ്പൂൺ കേട്ടോ തേങ്ങ. എന്നിട്ട് ഈ വറുത്തത്, ഇതിൽ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് ഒന്നേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 3 പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഒരു പാത്രം വെച്ചിട്ട് ഈ അരച്ചത് അതിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കേട്ടോ. വെള്ളം തിരി നല്ലോണം ആഡ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരണം. ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. നെല്ലിക്കയിലേക്ക് പുളിപ്പുണ്ട്. അപ്പം നെല്ലിക്കയുടെ പുളിപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ ലേശം പുളി ആഡ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു 2 ടീസ്പൂൺ പുളി ഒഴിക്കാമെന്ന് തോന്നിയിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വളരെ ലേശം കുറച്ച് പുളി, കൂടെ കുറച്ച് മഞ്ഞൾ. ഇനി ഇതിലേക്ക് ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇപ്പം നെല്ലിക്ക രസം നന്നായി തിളച്ചു. ഇനി ഇതിനെ ഓഫ് ചെയ്യുക. നന്നായി തിളയ്ക്കണം കേട്ടോ, നല്ല തിള വരണം. ഇപ്പോൾ നെല്ലിക്കയ്ക്ക് ചമർപ്പുണ്ട് തോന്നുകയാണെങ്കിൽ ഈ ചമർപ്പ് മുഴുവൻ പോവും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഈ ലാസ്റ്റ് സ്റ്റേജിൽ പുളി വേണ്ട, പുളി ഒഴിക്കാത്തവർക്ക് നാരങ്ങ നീരൊറ്റിക്കുക. നാരങ്ങയുടെ ഒരു ഹാഫ് പിഴിഞ്ഞാൽ ഓഫ് ചെയ്ത ശേഷം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പുളി ഒഴിച്ചു. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഇതെന്താ വറുത്തിടേണ്ടതെന്ന് നോക്കട്ടെ. ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മല്ലിയില കുറച്ച് ഇടുകയാണ് കേട്ടോ. വറുക്കാൻ വേണ്ടിയിട്ട് കടുക് വറുത്തിടണം. ഇനി സീസണിങ് ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെണ്ണമാണെങ്കിൽ ഒഴിക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യിൽ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഇതൊന്ന് കുറച്ച് കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. കൂടെ തന്നെ ഒരു മുളക്, ഒരേ ഒരു മുളക് കേട്ടോ. രസം പാകത്തിന് എരിവൊക്കെ ഉണ്ട്. ലേശം കായപ്പൊടി ഇത് ചേർത്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ രസത്തിലേക്ക് ഒഴിക്കും. അപ്പോൾ അടിപൊളി നെല്ലിക്ക രസം
ഇത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ടേസ്റ്റി രസം. ഇപ്പോൾ റെഡിയായി. ഇതാണ് രസം. കൂട്ടുകാരെ, എൻ്റെ നെല്ലിക്ക രസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നെല്ലിക്ക കൊണ്ട് ചെയ്തുകൊണ്ടേക്കും അതിൻ്റെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ ചമർപ്പൊന്നുമില്ല നെല്ലിക്കയുടെ. സെയിം ബാക്കി എല്ലാ ചേരുവകളും 1 സ്പൂൺ തേങ്ങയും ചേർത്തുകൊണ്ട് അതിൻ്റെ കശപ്പൊന്നും തീരെ അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഞാനിനി എൻ്റെ അടുത്ത ഡിഷ് എന്താണെന്നൊന്നും കൂടെ ഒന്ന് കാണിക്കട്ടെ. അത് പടവലങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ കാണാം നമുക്കൊന്ന്. ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് എന്തായാലും പടവലങ്ങ തോരൻ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കണ്ടോളൂ. ഇത് ഞാനിങ്ങനെ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് മുറിച്ചിരിക്കണേ. ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കട്ടെ കേട്ടോ. ഇതാ അങ്ങനെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതാ കണ്ടോളൂ. ഇതിലേക്ക് ഞാനിട്ടു. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് മഞ്ഞൾ ചേർക്കണം. ഇത് ഇപ്പോൾ മഞ്ഞൾ ആഡ് ചെയ്തു ഞാൻ, 1/2 ടീസ്പൂൺ. കൂടെ തന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവട്ടെ. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പ് കണ്ടുവല്ലോ, നേരത്തെ എടുത്ത് ഒരു 10 മിനിറ്റ് മുമ്പ് കേട്ടോ കടലപ്പരിപ്പ് കുതിരാനെടുത്ത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ അതിനെ ഒന്ന് എനിക്കൊന്ന് കോഴ്സായിട്ട് ഇതിനെ ഒന്ന് പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കടലപ്പരിപ്പ് ഞാനിങ്ങനെ എടുത്തിട്ട് ഇപ്പം ഞാൻ ഈ മിക്സിയിലേക്ക് ഈ കടലപ്പരിപ്പ് കേട്ടോ, ഈ കടലപ്പരിപ്പ് മുഴുവൻ ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 മുളക്, പിന്നെ കുറച്ച് കായം, ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ഈ പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ. എന്താണ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാനിതിലേക്ക് കടുക് ഇടുകയാണ്. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയപ്പോൾ ഒരു 5-6 കറിവേപ്പില ഇട്ടു. ഇപ്പം ഞാൻ ഈ കടലപ്പരിപ്പ് ഒന്ന് കോഴ്സായിട്ട് അരച്ചിട്ടുണ്ട്. കോഴ്സായിട്ട് പൊടിക്കുക. ബെറ്റായിരുന്നു നല്ലത്. ഇത് ഇനി നന്നായി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്തു നോക്കൂ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയിടാം. പക്ഷെ ഞാൻ ഇപ്പോൾ തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല. തേങ്ങയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയിടാം. പക്ഷേ ഇതല്ലാണ്ട് തന്നെ അടിപൊളി തോരനാണ്. ഈ പടവലങ്ങ അത്ര വലിയ ടേസ്റ്റുള്ള സാധനമൊന്നും അല്ല എൻ്റെ അഭിപ്രായത്തിൽ. എന്താ വെച്ചാൽ ഈ മുളകൂശം വയ്ക്കും, പരിപ്പിട്ടിട്ട് പിന്നെ ആവിയിലെ കഷ്ണത്തിലൊക്കെ ഇടും. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ കടലപ്പരിപ്പിട്ടിട്ട് ഉപ്പേരി വയ്ക്കാറുണ്ട് ഞാൻ. പക്ഷേ ഇതൊരു നല്ലൊരു മണം തരും ഈ കായം കേട്ടോ. ഇതിങ്ങനെ കോഴ്സായിട്ട് പൊടിച്ചിട്ട് ഇനി ഞാൻ മിക്സ് ചെയ്ത് വേവിച്ച പടവലങ്ങ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല. ലേശം ഉപ്പ് കേട്ടോ. പടവലങ്ങയിൽ ഉപ്പിട്ടുകൊണ്ട് വലുതായിട്ട് ഉപ്പിടണ്ട. അതെല്ലാം മിക്സ് ആകുമ്പോൾ ശരിയാവും. പക്ഷെ എനിക്ക് പോരാന്നൊരു തോന്നലുകൊണ്ട് ഞാനിതിൽ ഉപ്പിടും. ഇപ്പം ഈ പടവലങ്ങ വേവിച്ചത് മുഴുവനും ഇതിലേക്ക് ഇട്ടു ഞാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിക്കാം. ഇപ്പോൾ എൻ്റെ പടവലങ്ങ തോരന് തേങ്ങയിട്ടാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നില്ല. ഇതൊരു തോരൻ ടൈപ്പ് തന്നെയാണ്. ഇതിൽ ഞാൻ തേങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ തേങ്ങയുടെ ടേസ്റ്റ് വേണമെന്നില്ല. വെറുതെ തേങ്ങ അനാവശ്യമായിട്ട് ചേർക്കണ്ടല്ലോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തു നോക്കൂ എല്ലാവരും. പടവലങ്ങ നന്നായി മുറിച്ചൊന്ന് വെന്ത് വരുമ്പോൾ അതിനെ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക മിക്സ് ചെയ്തിട്ട്. അപ്പോൾ വേഗം ഒന്നുകൂടെ അതിൽ മിക്സ് ആവും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഇന്നത്തെ 2 പാചകങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പോൾ കൂട്ടുകാരെ, ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ നെല്ലിക്ക രസവും എന്നിട്ട് ഈ തോരനും. എനിക്ക് വേണ്ട ഫീഡ്ബാക്ക് തരിക. ബൈ ഫ്രം സുധാമി.